ഡോക്ടർക്ക് എങ്ങനെയാ ഇടയ്ക്കിടയ്ക്ക് ടൈമിംഗ് തെറ്റാറുണ്ടോ? ടൈമിങ്ങോ? എന്ത് ടൈമിങ്? അതൊക്കെ വഴിയെ മനസ്സിലായിക്കൊള്ളും. ഞങ്ങൾക്ക് ടൈമിംഗ് തെറ്റാറില്ല. തൽക്കാലം അത്രയും മനസ്സിലാക്കിയാൽ മതി. ഞങ്ങളോട് സംസാരിച്ചോലൊന്നും അദ്ദേഹത്തോട് കയറി സംസാരിച്ചു കളയരുത്. ആളാരാണെന്ന് അറിയുവോ? തൃക്കണ്ണനാണ്. ശിവൻ ഭസ്മാക്കി കളയും. ഓ, സൂക്ഷിച്ചോളാം. ഇപ്പോഴാണ് ശ്വാസം വീണ്. ഞാൻ എത്തിയില്ല, പിന്നെന്തിനാ ശ്വാസം മുട്ടുന്നത്? അതാണ് CBI ആളെയൊക്കെ മനസ്സിലായി. ഞാൻ സേതുരാമയ്യർ. ഇവരെ നിർബന്ധിച്ചിട്ടല്ല ഞാൻ വന്നത്. കാര്യമറിയാതെ വല്ലതും ചെയ്ത് ഒരു ബ്രാഹ്മണ ജന്മം പാഴാകരുത്. ആ ശാപം എന്നിലേക്കും വരും കുറച്ച്. അത് വേണ്ടെന്ന് കരുതിയില്ല. വളരെ സന്തോഷം. ഈ മഹാമനസ്കത ഞങ്ങളുടെ ഇവിടുത്തെ ജോലി തീരുന്നത് വരെ തുടർന്നാൽ നന്നായിരുന്നു. മുകളിലത്തെ പൂജാമുരുടെ വാതിലും തുറന്നു തരണം. ഈ കുടുംബത്തെ ബാധിച്ചിരിക്കുന്ന ദോഷങ്ങൾക്കെതിരെയുള്ള രക്ഷയാണത്. ഞാൻ കിട്ടിയത് ഞാൻ അഴിച്ചു മാറ്റില്ല. എങ്കിൽ ആ ജോലി ഞങ്ങൾ ചെയ്യേണ്ടി വരും. അതിനുള്ള ശക്തിയും ധൈര്യവും ഉണ്ടോ എനിക്ക്? നിങ്ങളുടെ നിയമവും കേസും മഹസറും സാക്ഷിയും കോടതിയൊക്കെ വേറെ, ഇതിന്റെ നിയമം വേറെ. പ്രകൃതിയിൽ ഉറങ്ങിക്കിടക്കുന്ന സൂക്ഷ്മ ശക്തികളെ അഹങ്കാരം കയറി വിളിച്ചുണർത്തിയാൽ അകത്ത് കിടക്കുന്ന സാധനം എന്താണെന്ന് എനിക്കറിയാവോ? രക്തയക്ഷിയ. അവള് തന്റെ രക്തം ഊറ്റി കുടിക്കും. ഏതായാലും ഒരുപാട് രക്തം കൊതു കുടിക്കുന്നതല്ലേ, കുറെ യക്ഷ്യം കുടിക്കട്ടെ. ഇതിന്റെ നിയമം കുറെയൊക്കെ ഞാനും മനസ്സിലാക്കിയിട്ടുണ്ട്. മനസ്സിലാക്കിയ മാത്രം പോരാ, നേരിടാനുള്ള പ്രതിരോധ ശക്തി, അറിവ്, വിദ്യ ഇതൊക്കെ ഉണ്ടോ കയ്യില്? അല്പമൊക്കെ അറിവ് ആർക്കും ഉണ്ടാവില്ലേ? എന്തൊക്കെ അറിയാം? അതെങ്ങനെയാ പറയാ? ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിച്ചാൽ അറിയാവുന്നതാണെങ്കിൽ മറുപടി പറയാം. ബ്രാഹ്മണനല്ലേ, അവിടുന്ന് തുടങ്ങാം. ഓ, ചോദ്യം: ബ്രാഹ്മണനാകാൻ യോഗ്യനാരാണ്? ഉയർന്ന ചിന്തയും ലളിതമായ ജീവിതവും നയിക്കുന്നവരാരും അതിന് യോഗ്യരാണ്. ചോദ്യം: ഗായത്രി ഒരു മന്ത്രമാണോ? അല്ല. കാരണം? ഗായത്രി വെറും മന്ത്രം മാത്രമല്ല, ഒരു മീറ്ററും കൂടിയാണ്. മീറ്റർ എന്ന് വെച്ചാൽ ഛന്ദസ്സും ചൊല്ലേണ്ടുന്ന രീതി, സംഗീതത്തിൽ രാഗം പോലെ. ഗായത്രി എന്ന ഛന്ദസ്സിൽ ചൊല്ലാവുന്ന മന്ത്രങ്ങൾ വേറെയുണ്ട്. ഏതും ചൊല്ലേണ്ടുന്ന രീതിയിൽ ചൊല്ലിയാൽ പൂർണ്ണ ഫലം കിട്ടും. നല്ലവണ്ണം വരുത്തനെ ഭഗവാനെ എന്നൊരാൾ പ്രാർത്ഥിച്ചു. അതിൽ നല്ലവണ്ണം ഒന്ന് അമർത്തി ചൊല്ലിയപ്പോ അയാൾക്ക് വണ്ണം കൂടി. മന്ത്രങ്ങളും അത് ചൊല്ലേണ്ടുന്ന വിധവും, ദാറ്റ്സ് മോഡുലേഷൻ, ഈസ് ഈക്വലി ഇമ്പോർട്ടന്റ്. അത് മാത്രമല്ല, അതൊരു സയൻസ് കൂടിയാണ്. എവറി സയൻസ് ഈസ് റൂൾഡ് ബൈ സർട്ടൻ ലോസ്. ചോദ്യം: സൂര്യൻ ഉദിക്കുന്നത് കിഴക്ക്? അല്ല. പിന്നെ? സൂര്യൻ എവിടെ ഉദിക്കുന്നുവോ അത് കിഴക്ക്. 360 ഡിഗ്രിയിൽ ഭൂമി സൂര്യനെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഭൂമിയും സൂര്യനും സ്വയം ചുറ്റുന്നുണ്ട് താനും. ഇവിടെ സ്ഥിരമായ ഒരു ദിക്കിന് എന്താണ് പ്രസക്തി? ഉദയം, അസ്തമയം, ദിക്ക്, ദിശ ഇതൊക്കെ വെറും സങ്കല്പങ്ങൾ മാത്രമാണ്. ദൈനംദിന ജീവിതത്തിലെ സമയാസമയങ്ങൾ തീർച്ചപ്പെടുത്താനുള്ള ഒരു കണക്ക്. വ്യാവഹാരിക സത്യം എന്ന് പറയും, ഹൈപ്പോതെസിസ്. അവസാനത്തെ ചോദ്യം: പഞ്ചഭൂതങ്ങളിൽ അഗ്നി, ആകാശം, ഭൂമി, വായു, ജലം, ഇതിൽ പ്രാധാന്യം അഗ്നിക്കാണെന്ന് പറയുന്നു. കാരണം? അഗ്നി പ്രകാശമാണ്. പ്രകാശമാണ് എല്ലാത്തിന്റെയും സാക്ഷി. പ്രകാശമാണ് ഊർജം. ഊർജമാണ് ജീവന്റെ ആധാരം. അത് അഗ്നിക്കുള്ള വിശേഷണങ്ങൾ. ഞാൻ ചോദിച്ചത് മറ്റു ഭൂതങ്ങളിൽ നിന്ന് അഗ്നിക്ക് മാത്രമായിട്ടുള്ള പ്രത്യേകത എന്താണെന്നാണ്, വ്യത്യാസം എന്താണെന്നാണ്. എളുപ്പമല്ല അതിനുത്തരം. തോൽവി സമ്മതിക്കാം.
പഞ്ചഭൂതങ്ങളിലൊന്നായ നാം ശ്വസിക്കുന്ന വായു ശരീരത്തെ ശുദ്ധമാക്കുന്നു. പക്ഷേ സ്വയം അശുദ്ധമായി കാർബൺ ഡൈ ഓക്സൈഡായി പുറത്തേക്ക് വരുന്നു. അതുപോലെ തന്നെ ജലം അഴുക്കുകളെ ശുദ്ധീകരിക്കുന്നതിനോടൊപ്പം സ്വയം അശുദ്ധമായി മലിനജലമാകും. അഗ്നിയാവട്ടെ വസ്തുക്കളെ ശുദ്ധീകരിക്കുന്നതല്ലാതെ സ്വയം അശുദ്ധമാകുന്നതേയില്ല. മറ്റു ഭൂതങ്ങളിൽ നിന്നും അഗ്നിക്ക് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ്. അതൊരു ശാസ്ത്ര സത്യം കൂടിയാണ്. അതുതന്നെയാണ് എല്ലാ കർമ്മങ്ങൾക്കും അഗ്നി സാക്ഷിയാവാൻ കാരണം. അഗ്നിശുദ്ധി എന്ന് കേട്ടിട്ടുണ്ട്. എല്ലാ അശുദ്ധിയെയും ശുദ്ധീകരിച്ച് സ്വയം അശുദ്ധമാകാതിരിക്കുക. വളരെ വലിയൊരു തത്വം തന്നെ ഉണ്ട് അതിൽ. അഗ്നയെ ഇതം നമമ. പറഞ്ഞ മറുപടി ഒന്നിന്റെ ഉടമസ്ഥൻ ഞാനല്ല, ഏതോ കേട്ടറിവ്. ഇനി എന്നെ തോൽപ്പിക്കാനാണെങ്കിൽ അത് വളരെ നിസ്സാരമാണ് സാർ. ഒരു കൊച്ചുകുട്ടി വിചാരിച്ചാൽ മതി. പുള്ളി ഉണ്ടാകുന്നത് ഭൂമിക്കടിയിലാണോ മുകളിലാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഇവിടെ നിന്ന് കൊച്ചിക്ക് എത്ര ദൂരം ഉണ്ടെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. സേവിങ്സ് ബാങ്കിന് എത്ര ഇൻട്രസ്റ്റ് കിട്ടുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പാനിപ്പട്ട് യുദ്ധം നടന്ന വർഷം ഏതാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പെട്ടെന്ന് ഇവിടുത്തെ മന്ത്രിമാരുടെയും അവരുടെ വകുപ്പുകളും ചോദിച്ചാൽ ഞാൻ കൈമലർത്തുകയുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ അറിയുന്ന കാര്യങ്ങളെക്കാൾ കൂടുതൽ അറിയാത്ത കാര്യങ്ങളാണ്. അറിവുള്ളവർ എങ്ങനെയായിരിക്കുമെന്ന് പറഞ്ഞില്ല, കാണിച്ചു. വലിയൊരു ഷോക്കാണ് നിങ്ങൾ എനിക്ക് തന്നത്. എന്തൊക്കെയോ ഉള്ളിൽ നിന്ന് കൊഴിഞ്ഞു പോയ പോലൊരു തോന്നല്. നിങ്ങളെ പലതരത്തിലും തോൽപ്പിക്കാൻ ശ്രമിച്ചവനാണ് ഞാൻ. ക്ഷമ ചോദിക്കുന്നു. അയ്യോ, അങ്ങ് എന്നോട് ക്ഷമ ചോദിക്കുക. ഒരിക്കലും വരരുത്. മനസ്സിലൊരു ശത്രുവിനെ കൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നത്. പോകുന്നത് പവിത്രത്തെ കൊണ്ടാ. വരട്ടെ. ഇയാളെ വിശ്വസിക്കാം. ഇയാളുടെ പക്കൽ വിജ്ഞാനമുണ്ട്, അത് പ്രയോഗിക്കാനുള്ള വിദ്യയുണ്ട്. അവിടെ വച്ചിരുന്നതൊക്കെ ജ്യോത്സ്യം പറഞ്ഞതുകൊണ്ട് ക്ഷേത്രത്തിൽ കൊണ്ടു കൊടുത്തു. ഏത് ക്ഷേത്രത്തില്? ഇവിടെ അടുത്ത് കുടുംബക്ഷേത്രത്തിൽ.
അന്ന് രാത്രി സായിക്ക് എന്ത് സംഭവിച്ചു എന്നറിയണ്ടേ? വേണം സർ. ഒരിക്കൽ കൂടി ഒരു 10 മിനിറ്റ് ഈ മുറിയിൽ തനിച്ച് കഴിയാൻ സാധിച്ചാൽ അത് മനസ്സിലാവും. ധൈര്യമായിട്ട് പോകും. പേടിയാണ്. സോറി സർ. ചാക്കോ, ശങ്കരേട്ടാ, ഡോക്ടർ, ആർ യു റെഡി? ദേവസ്വം എന്ത് പറയുന്നു? നോക്കുന്നോ? അപ്പൊ ഒരു 10 മിനിറ്റ് നേരം ആ മുറിയിൽ ഒറ്റയ്ക്കിരിക്കാൻ ധൈര്യമുള്ളവരാരും ഈ കൂട്ടത്തിലില്ല. വാ. ആ കുഞ്ഞിനെന്ത് ധൈര്യമാ കുടുംബ ഇവിടെ മിടുക്കി. നിന്റെ ധൈര്യം ഇവിടെയുള്ളവർക്ക് ആർക്കും ഇല്ലാതെ പോയല്ലോ. പോമ. ഈ സംഭവത്തിൽ നിന്ന് സായിക്ക് എന്തെങ്കിലും മനസ്സിലായോ? ഇല്ല സർ. Then it needs explanation. സായി ഇതിനു മുമ്പ് പ്രേതത്തെ കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ ഏതെങ്കിലും സൂപ്പർ നാച്ചുറലിന്റെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല സർ. പിന്നെ ഒരിക്കലും കാണാത്തതോ മനസ്സിലാക്കാത്തതോ ആയ ഒന്നിനെ എങ്ങനെ തോൽപ്പിക്കും? സായി എന്ന് തോൽപ്പിക്കാൻ ശ്രമിച്ചത് സായിയുടെ മനസ്സിന്റെ അടിത്തട്ടിലുള്ള ഭൂതപ്രേതാദികളെ കുറിച്ചുള്ള ഓർമ്മകളെയും ഭയങ്ങളെയും. ഈ മുറിയെന്ന് വേണ്ട, ജസ്റ്റ് എനി റൂം. നമ്മൾ സ്ഥിരമായി കിടന്നുറങ്ങുന്ന ബെഡ്റൂമിനെ ചൂണ്ടി കാപ്പറയെ പോലൊരാൾ ഈ രാത്രി ഈ മുറിയിൽ ഒറ്റയ്ക്ക് കഴിയാമോ എന്ന് ചോദിച്ചാൽ ആരായാലും ഒന്ന് ഞെട്ടും. പിന്നെയല്ലേ ഭൂതപ്രേതാദികളുടെ ആവാസ സ്ഥലമെന്ന് ഈ വീട്ടുകാർ തന്നെ പ്രചരിപ്പിച്ചിരിക്കുന്ന ആ മുറി ചെന്ന് കിടക്കുന്നത്. കിടുകിടയല്ല, അടിമുടി വരയ്ക്കും. ഒരു ചാലഞ്ചിനും ആ ഭയത്തെ കീഴ്പ്പെടുത്താൻ പറ്റില്ല. മുറിയിൽ കിടന്നതും സായി സംഭരിച്ചു വെച്ച ധൈര്യം എല്ലാം ചോർന്നുപോയി.
ഭയം നിങ്ങളെ കീഴടക്കി. പിന്നെ ഒരൊറ്റ ചിന്തയുള്ളൂ, എങ്ങനെയെങ്കിലും രക്ഷപ്പെടുക. ഒച്ച വെച്ച ആളെ കൂട്ടാനോ വന്ന വാതിലൂടെ പുറത്തു പോകാനോ അഭിമാനമുള്ള നിങ്ങളുടെ ബോധമനസ് സമ്മതിച്ചില്ല. പക്ഷെ അകത്തൊട്ട് നിൽക്കാനും വയ്യ. യു ആർ ഇൻ എ സെൽഫ് ഹിപ്നോട്ടൈസിംഗ് സ്റ്റേജ്. പിന്നെ നിങ്ങളെ നിയന്ത്രിച്ചത് മുഴുവൻ നിങ്ങളുടെ ഉപബോധ മനസ്സാണ്. അതുകൊണ്ടാണ് മുറിയിൽ നിന്ന് രക്ഷപ്പെട്ടതും തൊഴുത്തിൽ പോയി കിടന്നതൊന്നും നിങ്ങളുടെ ബോധമനസ് ഓർക്കാത്തത്. സായി എന്ന് രക്ഷപ്പെട്ടത് എങ്ങനെയാണെന്ന് അറിയണ്ടേ? കം. സായി, ആ വാതിൽ കണ്ടു? യെസ് സർ. ആ വാതിൽ തുറന്നതായിട്ട് ഓർക്കുന്നുണ്ടോ? ഇല്ല. ഈ വാതിൽ തുറന്നാണ് സായി എന്ന് പുറത്തേക്ക് പോയത്. ഒരു ഇതിലൂടെ ഇറങ്ങി ഓട് വഴി രക്ഷപ്പെടുകയായിരുന്നു. അതിനിടെ എവിടെയോ കാല് തട്ടി മുറി. ഒരു ഹിപ്നോട്ടിസ്റ്റിനെ കണ്ടാൽ കുറച്ചുകൂടെ ബോധ്യമാവും. വേണ്ട സർ, എനിക്ക് ബോധ്യായി. പക്ഷേ ആ കുഞ്ഞെന്താ സർ ഒന്ന് കരയ പോലും ചെയ്യാത്തെ? ആ കുഞ്ഞിന് അത്തരം ഓർമ്മകളോ മാനസിക ഭയങ്ങളോ ഒന്നും വിരിയാറായിട്ടില്ല. അതുകൊണ്ടാണ് യാതൊരു കൂസലും കൂടാതെ മുറിക്കകത്തിരുന്നത്. ഭയം നമ്മുടെയൊക്കെ ഉള്ളിലാണ്, പുറത്തല്ല. ഈ ഭയം എങ്ങനെ ഇല്ലാതാക്കും? ഭയത്തെ മനസ്സിലാക്കണം, നിരീക്ഷിക്കണം. ഭയത്തിൽ നിന്ന് ഒരിക്കലും ഒളിച്ചോടരുത്, അനുസരിക്കുകയും വരും. ശ്രദ്ധിക്കുക, ജസ്റ്റ് ഒബ്സർവ് ഇറ്റ്. അന്ന് ആ പൂജാമുറിക്കകത്ത് ഒരു മൂല നോക്കി നായ വല്ലാതെ ഓളിയിട്ടു. ആ മൂല നോക്കി തന്നെ സാറും കാപ്പറും എന്തോ കണ്ട് ഭയന്ന് മാറിയതുപോലെ തോന്നി. അതിന് കാരണം എന്താ? അത് റിഫ്ലക്സ് ആക്ഷനാണ്, അലർട്ട്നെസ് എന്നും പറയും. നല്ലതുപോലെ ശ്രദ്ധിക്കാൻ കഴിയുന്നവർക്ക് മറ്റുള്ളവരെക്കാൾ സെൻസിറ്റിവിറ്റി കൂടും. എനിക്ക് അങ്ങനെ ഒരു അലർട്ട്നെസ് തോന്നാൻ കാരണം ആ മുറിയിലൂടെ ഏതെങ്കിലും ഒരു നെഗറ്റീവ് വൈബ്രേഷൻ ആവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വൈറ്റൽ ബോഡിയുടെ പ്രസൻസ്. വൈറ്റൽ ബോഡി എന്ന് വെച്ചാൽ സൂക്ഷ്മ ശരീരം. അതിനെ എർത്ത് ബൗണ്ട് സ്പിരിറ്റ് എന്നും വിളിക്കാം. ആരുടെ വൈറ്റൽ ബോഡിയാ മുറിയിൽ? മേ ബി മൈഥിലി. കയ്യോ കാലോ മുറിച്ചു മാറ്റിയവരോട് ചോദിച്ചാൽ അവർ പറയും കുറെ കാലത്തേക്ക് ആ അവയവങ്ങൾ അവിടെ തന്നെ ഉള്ളതായി തോന്നിയിരുന്നു. അതിന് കാരണം ആ വാക്വം ഈ വൈറ്റൽ ബോഡി ഫില്ല് ചെയ്യുന്നുണ്ട്. ഈ പ്രേതം എന്നൊക്കെ കേൾക്കുമ്പോ ഉള്ളിലെ ഓർമ്മ വെച്ച് ഭയപ്പെടേണ്ടയോ പരിഭ്രമിക്കേണ്ടയോ കാര്യമില്ല. ആര് മരിച്ചാലും ഈ സൂക്ഷ്മ ശരീരം ശേഷിക്കും. അതുകൊണ്ടാണ് അതിന് ശേഷമുള്ള ക്രിയകൾക്ക് ശേഷക്രിയ എന്ന് പറയുന്നത്. അത് ഓരോരുത്തരുടെ മതവിശ്വാസം അനുസരിച്ച് മാറിയെന്നിരിക്കും. അല്ലാതെ പ്രേത ആരെയും പേടിപ്പിക്കില്ല, പ്രതികാരം ചെയ്യില്ല. വേഷം മാറാനോ വെള്ളസാരി എടുത്ത് പാട്ടുപാടി നടക്കാനോ ഒന്നും പ്രേതത്തിന് കഴിയില്ല. പിന്നെ എന്തിനാ സാർ അതിന് ദോഷമെന്ന് പറയുന്നത്? ആത്മഹത്യ, കൊലപാതകം തുടങ്ങിയ ദുർമരണങ്ങൾ സംഭവിച്ചവരുടെ സൂക്ഷ്മ ശരീരം ചിലപ്പോൾ ദോഷകരമായി നിലനിൽക്കും. ആ വൈറ്റൽ ഫോഴ്സ് അതുമായി ബന്ധപ്പെട്ടവരുടെ ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കും എന്ന് പറയാറുണ്ട്. ഈ പ്രേതബാധ ഒഴിപ്പിക്കാൻ എന്തൊക്കെ കർമ്മം ചെയ്തു, എന്നിട്ടും എന്താ അത് ഇവിടുന്ന് പോവാത്തത്? അതിന്റെ കാരണവും ഈ കേസിന്റെ അന്വേഷണത്തിന്റെ അവസാനം കണ്ടെത്തുമെന്ന് പ്രതീക്ഷിക്കാം. ഏതായാലും ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, മൈഥിലിയുടെ മരണത്തെക്കുറിച്ച് മറ്റു ചിലർക്ക് കൂടെ അറിവുണ്ട്. അത് ഭൂതമായാലും പ്രേതമായാലും മനുഷ്യരായാലും കണ്ടുപിടിച്ചിരിക്കും. That's our job.